ഞാൻ ആദ്യം കാണുന്നത് സുകുമാരേട്ടൻ്റെ മീൻസ് ഡെഡ് ബോഡി കലാഭവൻ തിയേറ്ററിൻ്റെ വെളിയിൽ പ്രദർശനത്തിന് വെച്ചപ്പോൾ ഭയങ്കര ജനക്കൂട്ടമാണ്. ഓരോ മമ്മൂട്ടി വരുന്നു, മോഹൻലാൽ വരുന്നു, ആൾക്കാർ ആരവും ബഹളവും ആണ്. ആളുകൾക്ക് ഈ മരണ വീടാണോ അതൊന്നും അറിയില്ല, ഭയങ്കര ബഹളമല്ലേ, ഇവരെ കാണുന്ന ആരാധനമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇറങ്ങി ബോട്ടിയുടെ എത്തിയപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ നോർമലി എല്ലാവരെയും വിഷ് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് ഇങ്ങനെ ഈ ഒരു നിൽപ്പ് ആരും നോക്കുന്നുമില്ല. ഒരു സ്പെക്സ് വെച്ചിട്ടുണ്ടെന്ന് കണ്ണാടി ഇങ്ങനെ നിൽക്കുന്നു. ഞാനിത് മൈ സ്റ്റോറിയുടെ സെറ്റിൽ വെച്ച് ഈ ഇൻസിഡന്റ് എടുത്തിട്ടു. ഞാൻ മോനെ രാജു, ഞാൻ നിന്നെ ആദ്യം കാണുന്നത് സുഖേട്ടന്റെ മൃതശരീരത്തിന്റെ അരികിലാണ്. അപ്പൊ അന്ന് ഞാനൊരു ചോദ്യം ചോദിക്കണം. ഇന്ദ്രനൊന്നും വളരെ ലൈവായിട്ട് വരുന്നവരെയൊക്കെ വിഷ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്, നീ മാത്രം എന്ത് ഇങ്ങനെ നിന്ന് ആരെയും മൈൻഡ് ചെയ്യാതെ നോക്ക്. ചേട്ടൻ ഓർക്കുന്നുണ്ടോ, ഓരോ ആർട്ടിസ്റ്റ് വന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ അച്ഛൻ അവിടെ മരിച്ചെടുക്കുന്നത്, മമ്മൂക്ക വരുന്നു, ലാലേട്ടൻ വരുന്നത്, ഇവിടുത്തെ എല്ലാവരും ആൾക്കാർ ഓരോ ആരവമാണ് ആൾക്കാർ പറഞ്ഞ് ഭയങ്കര ബഹളം. എന്തൊരു ആളുകളാണിത്. ഒരു ബോഡി അവിടെ കിടക്കുന്നത്, എൻ്റെ അച്ഛനാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ആളുകളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഞാനങ്ങ് വെറുത്ത് നിന്നാണ്. അതാണ് ഞാൻ ആരെയും മൈൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു നിലപാട് എല്ലാ കാലത്തുമുള്ള ആക്ടർ മനുഷ്യൻ ആണ് പൃഥ്വിരാജ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടറാണ്. എന്നെ എവിടെ വെച്ച് കണ്ടാലും വലിയ സ്നേഹവും ബഹുമാനവും കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് സുഖേട്ടൻ അവസാനം ഒരു പടം സംവിധാനം ചെയ്യാനിരുന്നു, അതിൽ ഞാനായിരുന്നു നായകൻ. ആ പടം ചെയ്തില്ല. കാരണം ഇവര് കുട്ടികളായിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളൊക്കെ ഊണ് കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും അടുത്ത പടത്തിന്റെ കാര്യം പറയും. അടുത്ത് ഞാൻ ഒരു പടം ചെയ്യാൻ പോകുന്നടാ, മനോജ് കെ ജയനാണ് നായകൻ എന്നും പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അത് പൃഥ്വിരാജ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചേട്ടനെ കുറിച്ച് എപ്പോഴും അച്ഛൻ അവസാന കാലത്ത് പറയായിരുന്നു, അച്ഛൻ ചെയ്യാനെന്ന പടത്തിൽ ചേട്ടനായിരുന്നല്ലോ നായകനായിട്ട് ചെയ്യാൻ. അതെ, അത് നടന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എവിടെയൊക്കെ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പുള്ളിയുടെ എല്ലാ സിനിമകളിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ രാജുവില്ല, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ. വിളിക്കണം അല്ലേ? വിളിക്കില്ലേ? ഇത് നേരിട്ടൊന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇല്ലേ? നിങ്ങളെ കൂടെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. ഞാൻ ഒരാൾ മാത്രം ഫോണിൽ വിളിച്ച പൊതുജന സമക്ഷം ചോദിക്കുകയാണ്, ചാൻസ് ചോദിക്കുകയാണ് അല്ലേ? അത്രേ ഉള്ളൂ. മനോജേട്ടന്റെ ഒരു ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യണതിന് നമുക്ക് എപ്പോഴും മനോജേട്ടന്റെ ഒരു പാട്ട് കേൾക്കാതെ വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കാറില്ല. എനിക്കറിയാം ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട്, എല്ലാത്തിലും പോയിരുന്ന ഇതേ പാട്ടുകളൊക്കെ തന്നെ പാടേണ്ടി വരും. അതുകൊണ്ട് ഞാനൊരു സജഷൻ അങ്ങോട്ട് തരാം. ചേട്ടനെല്ലാം ഇങ്ങനെ ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളല്ലേ പാടാറുള്ളൂ. ഒരു അടിച്ചുപൊളി പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനോജ് ചേട്ടൻ ഏത് പാട്ട് പാടും? വേണേ ഞാൻ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തരാം. വേണം? ഓപ്ഷൻസ്. പിസ്ത സുമാക്കിറ എന്ന് പറയുന്ന പാട്ടുണ്ട്.